ബഹുമാന്യരായ വേദിയിലുള്ള നേതാക്കന്മാരെ, പ്രിയമുള്ള പ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമരെ, എല്ലാവർക്കും എൻ്റെ വാർത്താ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും, കാരണം അവർ കാണിക്കുന്ന വാർത്ത കണ്ടുകൊണ്ടാണ് ഞാൻ. പിന്നെ ഇതും കൂടി അങ്ങ് കാണിച്ചാളി മറക്കാതെ നിങ്ങൾ ഇതും കൂടി കാണിക്കണം. ഞാനത് പറയാൻ തന്നെ വന്നു. എന്റെ നേതാക്കന്മാർക്ക് തോന്നലുണ്ട്, നമ്മുടെ പ്രവർത്തകന്മാർ ഇവിടെ ഒരു വികാര പ്രകടനം നടത്തിയൊന്നും അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ അറിയാതെ ഇരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ വലിയ വെല്ലുവിളികൾ നേരിട്ട പ്രവർത്തകർ കുറച്ചും കൂടി മുന്നോട്ട് കയറിയിരുന്ന ആ പ്രവർത്തകന്മാരും കൂടി മുന്നോട്ട് കയറിയിരുന്ന ഇതിനേക്കാൾ വലിയ വെല്ലുവിളികൾ നേരിട്ട പ്രവർത്തകന്മാരാണ് ഈ കണ്ണൂരിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ. അവർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്, അവർക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ മർദ്ദനവും പ്രശ്നവുമൊക്കെ എത്രത്തോളം ഭീകരാണ് എന്നുള്ളത് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ രാഷ്ട്രീയം തുടങ്ങിയപ്പോ കൊണ്ടറിഞ്ഞവനാണ് കുഞ്ഞാലിക്കുട്ടി. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഞാൻ പഠിച്ചത് എവിടെയാണ് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാലോ. ഞാൻ ഈ കളരിയിൽ പയറ്റിയതാണ്. തളിപ്പറമ്പ് സർസെയ്ത് കോളേജിൽ പഠിച്ച അവിടെ ഞങ്ങൾ അന്നൊരു ദിവസം കണ്ണില് മുളക് പൊടിയേറ്റ് ആശുപത്രിയിൽ കിടന്നതാണ്. അറിയാലോ, എന്നെ ആശുപത്രിയിൽ കാണാൻ വന്ന ആള് ജീവിച്ചിരിക്കുന്നുണ്ട്. KV ഒമൂജി സാഹിബൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോ കണ്ണൂരിലെ പ്രവർത്തകന്മാരുടെ വികാരം എനിക്കറിയാം. കാരണം ഞാൻ കണ്ണൂരിലെ പ്രവർത്തകന്മാരിൽപ്പെട്ട ഒരുവനാണ് എന്നുള്ളത് കൊണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു നാളിൽ ഇവിടുത്തെ പ്രവർത്തകന്മാര് ഒരു ദിവസം ഇവിടെ സ്റ്റേഡിയം കോർണറിൽ ഒരു യോഗം നടന്നപ്പോൾ ഒരു സാഹചര്യത്തിൽ അങ്ങേയറ്റം മാനസികമായ വിഷമവും പീഡനവും ഒക്കെ അനുഭവിക്കുന്ന നാനാഭാഗത്തു നിന്നും കൂരമ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഉള്ള ഒരു വാർത്ത TV-യിൽ ഞാനിങ്ങനെ കണ്ടു. അപ്പൊ അവര് കാണിച്ച വാർത്ത എന്താന്ന് വെച്ചാൽ കണ്ണൂരിലെ ലീഗിന്റെ യോഗത്തിൽ സംഘർഷം, ഹൈദരലി ശിഹാബ് തങ്ങളെ തടഞ്ഞു വെച്ചു ഒന്നാണ്. അങ്ങനെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി പറയാം, അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടായോ? ഇല്ല. ലോകം മുഴുവൻ ഇത് കേൾക്കട്ടെ. ഒന്നും കൂടി ഉയരത്തിൽ പറ, ഉച്ചത്തിൽ പറ. ഇല്ല, അതുണ്ടായിട്ടില്ല. ഇവിടെ പ്രവർത്തകന്മാർ കുറച്ച് ഇതൊരു കൺവെൻഷനാണ്, ഇതൊരു പൊതുയോഗമല്ല. കൺവെൻഷനിൽ ചർച്ചയാവാം, പറയാം. മീഡിയക്ക് ഞങ്ങൾ ഇത് തുറന്നു കൊടുത്തു എന്നുള്ളത് മറ്റു രാഷ്ട്രീയ കാരണങ്ങളാലാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു കൺവെൻഷനാണ്. ആ കൺവെൻഷനിൽ ഒരു പ്രവർത്തകന് മർദ്ദനമേറ്റിട്ടുണ്ട് എങ്കിൽ, പോലീസിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ട് എങ്കിൽ എത്ര ശക്തമായും അവർക്കത് പറയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, നേതാക്കന്മാരുടെ മുമ്പിൽ പറയാം. അങ്ങനെ അവർ പറഞ്ഞത് ഹൈദരലി തങ്ങളടക്കം തടഞ്ഞു വെച്ചു, ലീഗ് യോഗത്തിൽ സംഘർഷം എന്നാക്കി വാർത്ത വന്നപ്പോ എനിക്ക്, ഞാൻ അറിയുന്ന തന്നെ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട, മലപ്പുറത്തുനിന്ന് വിളി, ഗൾഫിൽ നിന്ന് വിളി, തിരുവനന്തപുരത്ത് വിളി, സകല സ്ഥലത്തുനിന്നും വിളി, ഇവിടുന്ന് വിളി, ഡാമരി എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തുനിന്നും വിളി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തരത്തിൽ വാർത്ത വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ലോക മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് അറിയില്ല, അവർ മനസ്സ് വേദനിക്കും. ഗൾഫിൽ നിന്ന് ആളുകൾ അവർ ജീവൻ കളഞ്ഞ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. തങ്ങളെ തടഞ്ഞു വെച്ചു, ഈ യോഗത്തിൽ സംഘർഷം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കഥ? ഓരോ പ്രവർത്തകനും അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് നമ്മുടെ പാർട്ടിയിലോ, ഇങ്ങനെ ഒന്ന് നമ്മുടെ പാർട്ടിയിലോ എന്നുള്ളതിൽ ചിന്തിക്കും, പറയും. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, കൺവെൻഷനിൽ കുട്ടികളാരെങ്കിലും
അവിടെ വികാരം പറഞ്ഞു കാണും, അതിന് കാണിക്കുന്നതാണ് അത്. അതെന്താ നോക്കട്ടെ, അവിടെ ചെന്നിട്ടല്ലേ പറയാൻ പറ്റൂ. അപ്പൊ ഞാൻ ഇവിടെയുള്ള നേതാക്കന്മാരെ വിളിച്ചു. നേതാക്കന്മാരെന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അല്പം തളിപ്പറമ്പിലെ ആളുകൾ അല്പം പുറത്തെ ആ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്നറിഞ്ഞു. അത് വേറെ കാര്യം. അതിനൊക്കെ ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും, യാതൊരു സംശയവും വേണ്ട. അതിനാണ് ഞങ്ങളൊക്കെ ഇവിടെ എടുത്തിരിക്കുന്നത്, അല്ലാതെ മന്ത്രിസഭയിലും ബാക്കിയുള്ളവർക്കും കടലാസ് വെട്ടിയെടുത്തു കൊണ്ടുപോയി വെച്ചതല്ല. കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ. അത് വേറെ കാര്യം. മീഡിയത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ അതിനെക്കുറിച്ച് അത്രയേ പറയുന്നുള്ളൂ. പക്ഷേ ഞാൻ പറയാം, ഇവിടെ മുസ്ലിം ലീഗിൽ ഞാൻ പറഞ്ഞു, സ്റ്റേഡിയം കോർണറിൽ അന്ന് പ്രവർത്തകന്മാർ വന്നത് മൗലവി ഇവിടെ ഇരിപ്പുണ്ടോ പറയില്ല. മൗലവി എന്നോട് പറഞ്ഞു കുര്യാലിസേന നിങ്ങളിവിടെ എത്തിയിട്ടില്ല എന്ന്, ഈ സ്റ്റേജിൽ എത്തിയിട്ടില്ല എന്ന് ഞാൻ അല്പം ആ കഥ പറയാണ്. സ്റ്റേഡിയം കോർണർ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. ഈ സ്റ്റേജും ഞങ്ങളും ഇവിടെ ഉണ്ടാവൂല, നമ്മുടെ പ്രവർത്തകന്മാരെന്നെ. ഞാൻ പറഞ്ഞു, പോലീസ് മുഴുവൻ പറയുന്നത് വളരെ അപകടമാണ്, വരാൻ പാടില്ല എന്നാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. എന്താ സെക്കൻഡില്ലേ, ഇവരൊക്കെ ഉണ്ട് കേട്ടോ, ഞാനൊരു ലഘുത നുണ പറഞ്ഞിട്ടില്ല. അസൽ സുന്നി, അതുപോലെ തന്നെ നല്ല വയറുമാറുകാള്, അത് സാധിക്കലി സിയാസങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് പറയില്ല. ഞങ്ങളിവിടെ ഉണ്ടാവില്ല, നമ്മൾ വന്നിട്ടില്ല, ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നു. നിലം തൊടിക്കൂല എന്നായിരുന്നു അപ്പോ ചാനലുകളിലൊക്കെ കാണിച്ചത്. നിലം തൊടിച്ചില്ല, പ്രവർത്തകന്മാരുടെ തലയിലൂടെ ഞാൻ ചെയ്തു. അങ്ങനെ എന്തെല്ലാം ചരിത്രം ഈ പാർട്ടിയുടെ കാര്യത്തിൽ കഴിഞ്ഞു പോയിരിക്കുന്നു. വളരെ പഴയ എന്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ പാണക്കാട് പൂക്കോയത്തങ്ങൾ ഉള്ള കാലത്താണ് ബഹുമാനായ പാണക്കാട് പൂക്കോയത്തങ്ങൾ ഈ കണ്ണൂരില് അവിടെയും ഇവിടെയൊക്കെ ഓരോ പരിപാടിക്ക് വരുമ്പോ തളിപ്പറമ്പിലെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ പറ്റില്ല, സസ്തേത് കോളേജിനൊന്നും ഹോസ്റ്റലൊന്നുമില്ല. 3 വാടക കെട്ടിടങ്ങളുണ്ട് റോഡിന്റെ വക്ക്. അവിടെ നിന്ന് എവിടേക്കും പോകുമ്പോ കാറ് നിർത്തി എന്നെ കാറിൽ കയറ്റി അങ്ങനെ അദ്ദേഹം പോകുന്ന പരിപാടി കൊണ്ടുപോയി അവിടുന്ന് പ്രസംഗം പഠിച്ചിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ 2 കാലിൽ നിന്ന് നിങ്ങളോട് ഈ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഞാൻ എന്റെ ഒരു ചരിത്രം പറയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്താ ചാനലുകളൊക്കെ കണ്ടപ്പോ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നി. കാരണം കാലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ പാർട്ടിയിലും അച്ചടക്കരായിരിക്കുകയാണ്, എല്ലാ പാർട്ടിയിലും CPM അച്ചടക്കരായിരിക്കുകയാണ്. അതിനൊരു കോലം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. വല്ല ഫുട്ബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റോ ഒക്കെ നടക്കുന്ന മാതിരി 2 കൂട്ടർ ചേരി തിരിഞ്ഞത് അത് ഇവരെല്ലാം കാണിക്കും. അങ്ങനെ ഒന്നും ലീഗിൽ കാണിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു വിഷമം എല്ലാവർക്കും കാണും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കും കാണും. അതുപോലെ തന്നെ നമുക്കറിയാം, യുഡിഎഫില് ഇപ്പോ പലതും പറഞ്ഞ് പലരും ചർച്ചയിലൊക്കെ വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് നോക്കി ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ. അവസാനമായിട്ട് മനസ്സിലായി, ചാനലുകൾ ഉള്ളിടത്തോളം കാലം ഈ വരവ് അവസാനിപ്പിക്കാൻ കഴിയൂല. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ചാനലിൽ വരണം, എല്ലാവർക്കും ഇതിനകത്ത് വരണം. അപ്പൊ പലതെല്ലാവരും വരിക. അങ്ങനെ എല്ലാ മുന്നണിയിലും എല്ലാ പാർട്ടിയിലും ഡിസിപ്ലിൻ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും ബാധിക്കാത്ത ഒരു പാർട്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിനെ ഒരു പോർലേൽപ്പിക്കാൻ എന്താണ് വഴി എന്നാലോചിക്കുന്ന പലരുണ്ട്. ചാനലുകളൊന്നും മാത്രമല്ല, അവരവരുടെ ബിസിനസ് നടത്താണ്, എനിക്കതിൽ വിഷമമില്ല. പക്ഷേ പല രാഷ്ട്രീയ പാർട്ടികൾ ഈ പാർട്ടിക്കൊന്നും പറ്റുന്നില്ലല്ലോ, ഈ പാർട്ടിയിൽ ഈ പ്രശ്നങ്ങളൊന്നും നടക്കണില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. അത് നടക്കാൻ പോകുന്നില്ല. ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന പാണക്കാട് തങ്ങന്മാരും ഇതിന്റെ നല്ല നേതാക്കന്മാരും ഉള്ളിടത്തോളം കാലം ഈ പാർട്ടിയിൽ അങ്ങനെ നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രം. അതിന് വെള്ളം വാങ്ങി വെള്ളം ചൂടാക്കി ആരെങ്കിലും ഇരിപ്പുണ്ടി അതാണ് മാറ്റിവെച്ചാളി, അടുക്കുന്നതാണ് എടുത്തു വെച്ചാളി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ അച്ചടക്കും അതിന്റെ ഭദ്രതയും കെട്ടുറപ്പും. നമ്മളിതുകൊണ്ട് ആർക്കാ ചെയ്യുന്നത്? ഇവിടെ അനവധി മർദ്ദനങ്ങളും പ്രശ്നങ്ങളും സഹിച്ചാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? സമൂഹത്തിന് വേണ്ടിയാണ്. നമ്മളൊരു സമൂഹത്തെ മാറ്റിയെടുത്തു. ഞാൻ ഇന്നലെ ഇപ്പോ ഇങ്ങോട്ട് വരുന്നത് വരുന്നത് ചെന്നൈയിൽ MSFന്റെ സമ്മേളനം കഴിഞ്ഞാണ്. വലിയ സമ്മേളനമായി. എന്റെ വാർത്തകൾ ഇവിടെ വന്നിട്ടില്ല. അവിടെ വലിയ ഖാദർ മൊയ്തീൻ സാഹിബും അബ്ദുറഹ്മാൻ സാഹിബും അതിന്റെ ഒക്കെ പുറമെ
സ്റ്റാലിൻ, കരുണാനിധിയുടെ മകൻ സ്റ്റാലിനും ഒക്കെ ഉള്ള വലിയ സമ്മേളനം, ഇതുപോലെ വലിയ സമ്മേളനം. ആ സമ്മേളനത്തിൽ അവർ പ്രസംഗിക്കുന്നതൊക്കെ എന്താ? ചരിത്രം പറഞ്ഞിട്ട്, കായിക മില്ലത്തിന്റെ ചരിത്രം പറഞ്ഞിട്ട്, ആ കായിക മില്ലത്തിന് ഇന്ത്യയിൽ ഒരു രണ്ട് കാലിൽ നിന്ന് ഇവിടെ മതേതരത്വവും അതുപോലെ തന്നെ മതസൗഹാർദ്ദവും അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യൻ സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടി ആദ്യമായി കാലൂന്നാൻ വേണ്ടി ഇടം കൊടുത്ത സ്റ്റേറ്റാണ് ഈ കേരളം. ആ പ്രദേശത്ത് നിന്ന് കായികമില്ലത്ത് അവിടെ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് അവിടെയുള്ള ആളുകൾ, കേരളത്തിലുള്ള ആളുകൾ ഇപ്പോ വിദ്യാസമ്പന്നരായി, അവിടെ ചെറുപ്പക്കാർ മുഴുവൻ വിദ്യാഭ്യാസമുള്ളവരായി, പാർട്ടിയുടെ അച്ചടക്കം കൊണ്ട് അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പാർട്ടിയുടെ അച്ചടക്കത്തിലൂടെ അവർ സമൂഹത്തെ മുഴുവൻ കെട്ടുറപ്പുള്ളാക്കി മാറ്റുന്നു. ഇടതുപക്ഷം ഭരിച്ച ബംഗാളിൽ 27% മുസ്ലിം ജനസംഖ്യ, പക്ഷെ അവർ ദയനീയമായ സ്ഥിതിയിലാണ്. പക്ഷെ ആ കേരളത്തിലേക്ക് നോക്കൂ, ആ കേരളത്തിൽ കണ്ടില്ലേ അതേപോലെ ഈ തമിഴ്നാട്ടിലും തീവ്രവാദം, അവിടെ കുറച്ച് തീവ്രവാദ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, വിദ്യാർത്ഥികളുടെ ഇടയിൽ, ചെറുപ്പക്കാരുടെ ഇടയിൽ തീവ്രവാദം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ഞാൻ ആ പാർട്ടിയുടെയും തീവ്രവാദ സംഘടനകളുടെയും പേര് പറഞ്ഞു. അതിനെതിരായി തീവ്രവാദ വിരുദ്ധ കൺവെൻഷൻ വിദ്യാർത്ഥികൾ MSF ഒക്കെ നടത്ത കൺവെൻഷനായിരുന്നു ഇന്നലെ വൈകിട്ട്. ഞാൻ രാത്രി വണ്ടിക്ക് ഇപ്പോ ഷൊർണൂരിൽ വന്നിറങ്ങി അവിടുന്ന് നേരെ ഈ കൺവെൻഷനിലേക്ക് വന്നാണ്. ആ കൺവെൻഷനിൽ അവർ പറഞ്ഞത് തീവ്രവാദത്തിനെതിരെ അതിനിവിടെ ശക്തി കൊടുത്തത് കേരളത്തിലെ ആളുകൾ. അവിടുന്ന് നമ്മളെ കായിക മില്ലത്തിനെ ജയിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നത് അവിടെയുള്ള കേരളത്തിലെ ആളുകൾ വോട്ട് ചെയ്തിട്ട്. ആ മാതൃക നമുക്ക് കൊണ്ടുവരണം. തമിഴ്നാട്ടിലെ ചേരികൾ നിങ്ങൾക്കറിയില്ലേ? ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ നിർധനരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയില്ലേ? അവിടെ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഇപ്പോഴും അവർ വിഷമിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതേപോലെ തന്നെ അവിടെ എത്രത്തോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്നുള്ള സ്ഥിതി നമുക്ക് അറിഞ്ഞൂടെ? ഈ ബംഗാളിലെ ചെറുപ്പക്കാരെ നമ്മൾ കണ്ടൂടെ? ബംഗാൾ നാടുവിട്ട് വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ, ഓരോ പള്ളിയിലും ജുമാക്ക് എത്ര ബംഗാളികൾ വരുന്നു? ഞാൻ ഇന്ന് കാലത്ത് സുബൈക്ക് ശേഷമാണ് വരുന്നത് പെരിന്തൽമണ്ണയിലൂടെ. ഒരു സ്ട്രീറ്റ് മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഞാൻ അന്യസംസ്ഥാനക്കാരുടെ കൂട്ടത്തിൽ എത്രയോ ബംഗാളികളും മറ്റുള്ളവരൊക്കെ നോക്കുന്ന ആ സ്ഥിതി കണ്ടില്ലേ? എത്രയാ അവർക്ക് വരുമാനം? വളരെ കുറഞ്ഞ വരുമാനം. എന്താ അവരുടെ വിദ്യാഭ്യാസം? 4ാം ക്ലാസ് ഉണ്ടാവില്ല. എവിടെ അവർക്ക് തിരിച്ചു നിന്നിട്ട് എന്താ അവർക്ക് ഒരു ഹോപ്പ്? ഒന്നുമില്ല. ഇവിടെ എവിടെ അവർ കിടന്നുറങ്ങുന്നത്? കടത്തിണ്ണയിൽ. ഇവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്ത പല രോഗങ്ങളും ആ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അറിയാമോ? പകർച്ചവ്യാധികളും ബാക്കിയുള്ളതൊക്കെ. ബാലവേലയെ കുറിച്ച് നമ്മൾ പറയുന്നു. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അനവധികാലം ചുമതല വഹിച്ച ആളാണ്. ബാലവേല അവിടെ ഉണ്ടോ? ഇവിടുന്ന് ബാലവേല നടത്തുന്നു കുട്ടികളെ പിടിച്ച അവർ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഞാൻ വയനാട്ടിൽ ഈ കൺവെൻഷനിൽ ചെന്നപ്പോ അവിടെ യതീംഖാനിൽ പോയി. യതീം കുട്ടികൾ അധികവും അന്യസംസ്ഥാനത്തുള്ളവരാണ്. ഇവിടെ അതൊക്കെ മാറി ബാലവേല പോയി. യതീം കുട്ടികളുടെ പ്രശ്നം തീർന്നു. വിദ്യാഭ്യാസം എല്ലാവർക്കും ഉണ്ട്. ഉപരിപഠനത്തിനുള്ള സ്ഥാപനങ്ങളുണ്ട്. അത്യാവശ്യം വരുമാന മാർഗങ്ങളുണ്ട്. ഗൾഫിൽ പോവാം, സുരക്ഷിതമായി പോവാം. ഗുജറാത്തിൽ പറ്റൂല, വേറുള്ളവർക്ക് പറ്റൂല. പക്ഷെ കേരളത്തിൽ ഇതൊക്കെ ആരുണ്ടാക്കി തീർത്തതാണ്? ഇതൊക്കെ നമ്മുടെ സംഘടനയുടെ ഫലം എന്താണ് എന്നുള്ളത്. മർദ്ദനവും വിഷമവും കണ്ണൂരിലെ ജനങ്ങൾ അനുഭവിച്ചുവെങ്കിൽ അതിന്റെ റിസൾട്ടാണ് ഈ പറഞ്ഞത്. ആ റിസൾട്ട് നമ്മൾ ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോ പല പോരായ്മകളുണ്ട്, അപ്പോ പല പ്രശ്നങ്ങളുണ്ട്. ഭരണത്തിൽ വരുമ്പോ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പോലീസിലുണ്ട്, പോലീസ് ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭരണത്തിൽ പല ഇൻട്രസ്റ്റുകളാണ്. നിങ്ങൾക്കറിയാലോ, പല പാർട്ടികളാണ്. ആ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പലതുണ്ട്. അതിനൊക്കെ സമാധാനം ഉണ്ടാവും. സമാധാനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലേ നമ്മൾ അവിടെ ഇരിക്കുന്നുള്ളൂ. അവിടെ ഇരിക്കണം എന്ന് അവിടെ ആണി അടിച്ച് വേണ്ടിയിട്ടൊന്നുമില്ല. ഞങ്ങളായി അവിടെ എണീറ്റാ പൊന്തും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുടെ പ്രശ്നങ്ങൾ ന്യായമായി ഈ രാജ്യത്ത് ന്യായവും നീതിയും നടക്കണം. ഒരൊറ്റ മുസ്ലിം ലീഗ് പ്രവർത്തകനെയും മർദ്ദിക്കാനും അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ജാതി പോലീസ് ഓഫീസർമാരോ കാര്യങ്ങളുണ്ടെങ്കിൽ നിയമപരമായി അത് നോക്കാൻ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആ വികാരം നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. അതുപോലെ നിങ്ങളെല്ലാവരും തൊണ്ടപൊട്ട് മാറുച്ചത്തിൽ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ കൺവെൻഷനിൽ ആ പ്രശ്നമൊന്നുമില്ല. ഇനിയെങ്കിലും ആ വാർത്ത
മുൻകൂട്ടി പരിപാടി ഇട്ട് വന്ന വാർത്താണെന്ന് ഞാൻ പറയുന്നില്ല, ആരെങ്കിലും പറഞ്ഞു. എന്താണെങ്കിലും അമ്മാരെയൊക്കെ കൊടുത്ത് ഒഴിവായി കളി. എനിക്കതാ പറയുന്നത്. ഞങ്ങളെ കൺവെൻഷനിൽ ഞങ്ങളെ പ്രവർത്തകന്മാർ ഇതൊക്കെ പറയും. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇടതുപക്ഷത്തെ കുറിച്ചൊക്കെ, അതുപോലെ മോഡി വരാൻ പോകുന്ന സാഹചര്യത്തെ കുറിച്ചൊക്കെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ ഈ കൺവെൻഷന്റെ പ്രസക്തിയെ കുറിച്ച് ഒക്കെ ഇവിടെ നല്ല പ്രസംഗങ്ങൾ നടന്നു. എനിക്കൊരു സ്വഭാവമുണ്ട്, കാറിൽ വെറുതെ വരികയാണെന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളിലും മൊബൈലിൽ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ നടന്ന എല്ലാ പ്രസംഗങ്ങളും ഞാൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇനി അതൊന്നും ആവർത്തിക്കുന്നില്ല. ഞാൻ അവിടെ വന്നിറക്കുമ്പോ എന്റെ പ്രവർത്തകന്മാർ ഈ വികാരം എന്നോട് പറയും എന്ന് ഇവിടുന്ന് പറഞ്ഞു. അവരുടെ പ്രതിനിധികളുമായി ഈ കൺവെൻഷൻ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ നേതാക്കളുമായി ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന്, അത് സംബന്ധിച്ച ലീഗ് ഹൗസിൽ ഇരുന്ന്, അത് സംബന്ധിച്ച ലീഗ് ഹൗസ് ഇരുന്ന് അതുമായി സംസാരിക്കും. അത് സ്വകാര്യ ചർച്ചയായിരിക്കും അവരുമായി. അതെടുക്കാൻ ജീവിക്കാരെ ഏതായാലും വരണ്ട. മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ കാതലും കൈമുതലും അതിന്റെ അച്ചടക്കമാണ്. നമുക്കറിയാലോ, നമ്മുടെ പാവപ്പെട്ട നിർധനരായ, നിരാലംബരായ, രോഗികളായ, അവർക്ക് വീടില്ലാത്തവർ, സാദിഖ് അലി നമ്മളിവിടെ ഇരിക്കുന്നു. ഒരുപാട് ആൾക്ക് വീട് വെച്ചു കൊടുത്ത കരങ്ങളാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കരങ്ങൾ. റഹ്മത്തിന്റെ വീട്, അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഇനിയും നിർവഹിക്കാനും ഐടിയുടെ യുഗമാണ് വരാൻ പോകുന്നത്. ഐടി യുഗത്തിൽ യുവതലമുറയെ ഇന്ത്യക്ക് നല്ല മോഡല്. ഗുജറാത്ത് അല്ല മോഡൽ. ഗുജറാത്ത് എന്ത് മോഡലാണ്? ഗുജറാത്ത് നല്ല മോഡൽ. ഐടിയിൽ ഇപ്പോൾ ഒരു പ്രഖ്യാപനം വന്നു. ഇന്ത്യയിൽ ഒന്നാമത്തെ സ്റ്റേറ്റ് ഈ കൊച്ചു കേരളമാണ്. കേരളമാണ് ഒന്നാമത്തെ. കേരളമാണ് മോഡൽ. അവിടെ ഏറ്റവും നല്ല രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിരക്കുള്ള മോഡല് കായിക മില്ലത്ത് പടുത്തുയർത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആ മോഡലിന് ചിത്തപ്പേരുണ്ടാകുന്ന ഒരു കാര്യങ്ങളും പ്രവർത്തകന്മാരിൽ നിന്നുണ്ടാവുകയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആ പ്രവർത്തകന്മാരുടെ ഇടയിലൂടെ എന്ന മീഡിയ കാണട്ടെ എന്നുള്ള നിലയിൽ ഞാനിങ്ങോട്ട് കയറി വന്നത്, കാര്യങ്ങൾ ഈ നിരക്ക് പറഞ്ഞത്. അള്ളാഹു സഹായിക്കട്ടെ. നമ്മുടെ പ്രസ്ഥാനം ഭാവി തലമുറക്കും, മാറി മാറി വരുന്ന തലമുറ, ഒരു തലമുറയോടുകൂടി നമ്മുടെ പ്രസ്ഥാനം തീർന്നാൽ പറ്റൂല. മാറി മാറി വരുന്ന തലമുറക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല മോഡലായി നിലനിൽക്കാൻ അള്ളാഹു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.